നമസ്തേ. രാജ്യാന്തരത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. अभी खत्म नहीं हुआ है, जो कुछ भी हुआ वो सिर्फ പാകിസ്ഥാൻ ഇതുവരെ കണ്ടത് ട്രെയിലർ മാത്രമെന്ന ഭാരതം അവരെ നല്ല നടപ്പിന് വിട്ടിരിക്കുന്നുവെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി. ബ്രഹ്മോസിന്റെ ശക്തി പാകിസ്ഥാന് ബോധ്യമായി. ഭാരതത്തിന്റെ പ്രതിരോധ കരുത്ത് ലോകമറിഞ്ഞെന്നും രാജ്നാഥ് സിംഗ്. തിരിച്ചടിക്ക് പിന്നാലെ ചർച്ചാ നിർദ്ദേശവുമായി പാകിസ്ഥാൻ. സമാധാന ചർച്ചയ്ക്ക് തയ്യാറെന്ന വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. കശ്മീർ വിഷയമടക്കം ചർച്ച ചെയ്യണമെന്ന് ഉപാധി. സിന്ധു നദീജല കരാറിൽ മെഹബൂബ മുഫ്തിക്കെതിരെ ഒമർ അബ്ദുള്ള. തന്റെ നിലപാടിനെ എതിർത്തത് സംസ്ഥാന താൽപര്യങ്ങളോടുള്ള വഞ്ചന. ലക്ഷ്യം പാകിസ്ഥാനെ പ്രീതിപ്പെടുത്തലെന്നും കശ്മീർ മുഖ്യമന്ത്രി. തുർക്കി കമ്പനി സെലബി പടിക്ക് പുറത്ത്. വിമാനത്താവളങ്ങളിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ്, കാർഗോ ചുമതലകളിൽ നിന്നും ഒഴിവാക്കി. കൊച്ചി, ഡൽഹി, മുംബൈ വിമാനത്താവളങ്ങളിലടക്കം ഇനി സെലബിയില്ല. ജനം ബിഗ് ഇമ്പാക്ട്. സെലബിക്കെതിരെ വെളിപ്പെടുത്തിയ മുൻ എയർ ഇന്ത്യ ഉദ്യോഗസ്ഥന് പാകിസ്ഥാനിൽ നിന്നും വധഭീഷണി. സാമ്പത്തിക രംഗത്ത് കുതിച്ച ഭാരതം. അതിവേഗം വളർച്ച കൈവരിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമത്. 11 രാജ്യങ്ങളുടെ പട്ടിക പുറത്തുവിട്ട് IMF. വിശദമായ വാർത്തകളിലേക്ക്. ഓപ്പറേഷൻ സിന്ദൂർ ട്രെയിലർ എന്നും ആസുരിക ശക്തികളെ ഇല്ലാതാക്കിയ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ പിന്മുറക്കാരാണ് ഭാരതീയരെന്നും കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. തദ്ദേശീയ ആയുധങ്ങളുടെ കരുത്ത് ലോകം അറിഞ്ഞു. ബ്രഹ്മോസിന്റെ പ്രകമ്പനം പാകിസ്ഥാനിൽ മുഴങ്ങി. വെറും 23 മിനിറ്റിലാണ് പാകിസ്ഥാനെ നിലം പരിശാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിലെ ഭൂജ് വ്യോമത്താവളത്തിൽ സൈനികരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാകിസ്ഥാൻ ഭാരതത്തിന്റെ നിരീക്ഷണത്തിലാണ്. പെരുമാറ്റം മെച്ചപ്പെടുത്തിയാൽ നല്ലത്, അല്ലാത്ത പക്ഷം കഠിന ശിക്ഷ നൽകുമെന്നും രാജ്നാഥ് സിംഗ് മുന്നറിയിപ്പ് നൽകി. गड़बड़ करता है तो उसको कुछ समय के लिए मजिस्ट्रेट गुड बिहेवियर के प्रोबेशन पर रखते हैं. अगर वह व्यक्ति प्रोबेशन के दौरान कोई भी शरारत करता है तो उसे उचित दंड भी दिया जाता है. ठीक उसी तरह वर्तमान सीज फायर में हमने पाकिस्तान को बिहेवियर के आधार पर अभी प्रोबेशन पर रखा हुआ है. यदि उसका बिहेवियर सुधरता है तब तो ठीक, और यदि बिहेवियर में फिर से गड़बड़ी आती है तो उसको कड़े से कड़ा दंड दिया जाएगा. ആസുര ശക്തികളെ ഇല്ലാതാക്കിയ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ പിന്മുറക്കാരാണ് നാം. രാമവചനങ്ങളെ പിന്തുടർന്ന് ഭീകരതയെ വേരോടെ പിഴുതെറിയാൻ ഭാരതീയർ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നതായി പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി. साथियों, अब आतंकवाद के विरुद्ध लड़ाई केवल सुरक्षा का विषय नहीं बल्कि नेशनल डिफेंस डॉक्ट्रिन का यह हिस्सा बन चुकी है. हम आपके साथ मिलकर इस प्रॉक्सी और हाइब्रिड वॉरफेयर को जड़ से समाप्त करेंगे. रक्षा मंत्री होने के नाते यह संकल्प मैं दोहराना चाहता हूं. ഓപ്പറേഷൻ സിന്ദൂർ ട്രെയിലർ മാത്രം. ചിത്രം ലോകത്തിന് മുന്നിൽ യഥാസമയം പ്രദർശനത്തിനെത്തും. ऑपरेशन सिंदूर अभी खत्म नहीं हुआ है. जो कुछ भी हुआ है वह सिर्फ एक ट्रेलर मात्र था. अब जब समय आएगा, जब भी सही समय आएगा तो हम पूरी पिक्चर भी दुनिया को दिखाएंगे. ഓപ്പറേഷൻ സിന്ദൂർ എന്ന യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന അവരുടെ ശക്തി പ്രകടിപ്പിക്കുക മാത്രമല്ല, യുദ്ധനയവും സാങ്കേതിക വിദ്യയും മാറിയിട്ടുണ്ടെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കുക കൂടിയാണ്. എയർ ചീഫ് മാർഷൽ AP സിംഗിനും മുഴുവൻ ടീമിനും നന്ദിയെന്നും രാജ്നാഥ് സിംഗ്. ജനം, ഡൽഹി. കൂടുതൽ വിവരങ്ങളുമായി നന്ദഗോപൻ ചേർന്നുണ്ട്. നന്ദൻ, നമുക്കറിയാം ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ നൽകിയ ആ ഒരു കനത്ത തിരിച്ചടിയിലും പാകിസ്ഥാൻ പാഠം പഠിക്കുന്നില്ല. ഏറ്റവും ഒടുവിലായി IMF-ൽ നിന്ന് കിട്ടിയ ഫണ്ട് പോലും ഭീകരതയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് നേരത്തെ പുറത്തു വന്നത്. ഒരുപക്ഷെ ഇപ്പോൾ രാജ്നാഥ് സിംഗ് സൂചിപ്പിച്ചതുപോലെ ഇനി പാകിസ്ഥാൻ ഇത്തരത്തിൽ ഭീകരതയ്ക്ക് കുട പിടിക്കുന്ന നടപടികളിലേക്ക് കടന്നു കഴിഞ്ഞാൽ കാണേണ്ടി വരുന്നത് വളരെ വലിയൊരു പ്രഹരം തന്നെയല്ലേ? വിഷ്ണു, തീർച്ചയായിട്ടും രാജ്നാഥ് സിംഗ് കഴിഞ്ഞ 2 ദിവസവും ഇന്നലെ കശ്മീരിൽ 15 കോർപ്പസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ അവിടെ ആർമിയിലെ കരസേനയിലെ ജവാന്മാരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. അവിടെയും ശക്തമായ സന്ദേശമാണ് ഭാരതം ജമ്മു കാശ്മീരിൽ നൽകുന്നത്. ഈ പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ മേൽനോട്ടത്തിലേക്ക് മാറ്റണമെന്ന് കഴിഞ്ഞ ദിവസം രാജ്നാഥ് സിംഗ് ആവശ്യപ്പെട്ടിരുന്നു.
മാത്രമല്ല ഈ തെമ്മാടി രാജ്യം എന്നുള്ള വിശേഷണമാണ് രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം നൽകിയത്. ഇന്നും ശക്തമായ ഭാഷയിൽ തന്നെയാണ് പാകിസ്ഥാന് താക്കീത് നൽകുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് നേരത്തെ തന്നെ വ്യക്തമാക്കിയതും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കരസേനാ ഉദ്യോഗസ്ഥരോടും ഇന്നിപ്പോൾ വ്യോമസേന ഉദ്യോഗസ്ഥരോടും രാജ്നാഥ് സിംഗ് അത് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പ്രധാനമായും ഓപ്പറേഷൻ സിന്ദൂറിന്റെ തുടർ ചലങ്ങൾ, അതായത് ഇപ്പോൾ നൽകിയത് വരും ഇപ്പോൾ ട്രേസർ മാത്രമാണ്. ഈ പൂർണ്ണമായൊരു ചിത്രം വരാൻ കിടക്കുന്നത് എന്നുള്ളതാണ് രാജ്നാഥ് സിംഗ് വ്യക്തമാക്കുന്നത് അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നത്. ജമ്മു കാശ്മീർ വ്യത്യസ്ത ഓപ്പറേഷനുകളിലായിട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ ഭീകരവാദിയെ വധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ മുഴുവൻ രീതിയിൽ, അതായത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സൈനിക ഘട്ടം താൽക്കാലികമായി അവസാനിപ്പിച്ചെങ്കിലും മറ്റു രീതിയിലുള്ള ഭീകരവാദത്തെ ചെറുക്കുന്ന നടപടികൾ ഭാരതത്തിന്റെ ഭാഗത്തു നിന്നും ഇപ്പോഴും തുടരും, അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ തുടരുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. പ്രത്യേകിച്ച് മിലിറ്ററി തല ചർച്ചകളിൽ താൽക്കാലികമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും ഭാരതം എല്ലാ തരത്തിലുള്ള പ്രതിരോധവും പാകിസ്ഥാന് മേൽ ഇപ്പോഴും നൽകുന്നുണ്ട്. സിന്ധു നദീജലം അതിന് ഉദാഹരണമാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നെ ചർച്ചയ്ക്ക് തയ്യാറാണ്, അല്ലെങ്കിൽ ഭാരതത്തിന് മുന്നിൽ മുട്ടുകുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ അതിർത്തിയിൽ എന്തിനും സുസജ്ജമായി തന്നെ കര, വ്യോമ, നാവിക സേന തയ്യാറായി നിൽക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഓപ്പറേഷനിൽ പങ്കെടുത്ത മുഴുവൻ ഇന്ന് വ്യോമസേന ഭുജിൽ, ഗുജറാത്തിലെ ഭുജിലായിരുന്നു ഇന്ന് അദ്ദേഹം സന്ദർശനം നടത്തിയത്. വ്യോമസേനയിലെ മുഴുവൻ ഉദ്യോഗസ്ഥർക്കും അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി. ചീഫ് എയർ മാർഷലിന്റെ നേതൃത്വത്തിലുള്ള സംഘം, മുഴുവൻ സംഘവും എണ്ണയിട്ട യന്ത്രം പോലെ ഭാരതത്തിന്റെ അതിരുകൾ കാക്കാൻ വ്യോമസേന സുസജ്ജമാണെന്ന് ലോകത്തിന് തെളിയിച്ചു നൽകി. മാത്രമല്ല ഭാരതത്തിന്റെ സൈനിക ശേഷി മാത്രമല്ല, നൂതന സൈനിക പ്രയോഗങ്ങളിൽ നൂതന ആശയങ്ങൾ കൂടി കടന്നു വന്നതിന്റെ ചിത്രം ലോകത്തിന് മുന്നിൽ നൽകാൻ ഭാരതത്തിന് സാധിക്കുന്നു എന്നുള്ളതാണ് രാജ്നാഥ് സിംഗ് ചൂണ്ടിക്കാട്ടുന്നത്. ഇങ്ങനെ രാജ്നാഥ് സിംഗ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് 2 കേന്ദ്രങ്ങളിൽ, വ്യോമസേനയുടെയും കരസേനയുടെയും 2 കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ രാജ്നാഥ് സിംഗ് സന്ദർശനം നടത്തിയിരിക്കുന്നത്. ഇന്ന് ഗുജറാത്തിലെ ഭുജിലായിരുന്നു അദ്ദേഹം സന്ദർശനം നടത്തിയത്. പാകിസ്ഥാന് കൃത്യമായ താക്കീത് നൽകിയായിരുന്നു അദ്ദേഹം ഇന്ന് അവിടുന്ന് പോകുന്നത്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഭാരതത്തിന്റെ നിരീക്ഷണത്തിലാണെന്നും പെരുമാറ്റം മെച്ചപ്പെടുത്തിയാൽ അത് നല്ലതാണ്, അല്ലാത്ത പക്ഷം ശക്തമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നത് രാജ്നാഥ് സിംഗ് സൂചിപ്പിക്കുന്നു. ഇങ്ങനെ പാകിസ്ഥാന് താക്കീത് നൽകുന്നതോടൊപ്പം ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി നിന്ന മുഴുവൻ വ്യോമസേന അംഗങ്ങളെ ഇന്ന് അദ്ദേഹം അഭിവാദ്യം ചെയ്തു. മുഴുവൻ ആൾക്കാർക്കും ഭാരതത്തിലെ ഓരോ ജനങ്ങളുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നതായി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിട്ടുണ്ടായി. ശരി, എസ് നന്ദഗോപനാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്. അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടിൻ്റെ വളരെ വലിയൊരു ഭാഗം പാകിസ്ഥാൻ തങ്ങളുടെ രാജ്യത്തെ തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾക്കായി ചെലവഴിക്കുകയാണെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. പാകിസ്ഥാനുള്ള ധനസഹായത്തെക്കുറിച്ച് IMF പുനർവിചിന്തനം നടത്തണമെന്നും ഭാരതം ആഗ്രഹിക്കുന്നതായും ഗുജറാത്തിലെ ഭൂജ് വ്യോമസേന താവളത്തിൽ സൈനികരെ അഭിസംബോധന ചെയ്യവേ കേന്ദ്ര പ്രതിരോധ മന്ത്രി ചൂണ്ടിക്കാട്ടി. लेकिन निश्चित रूप से इंटरनेशनल मॉनेटरी फंड से आने वाले $1 बिलियन के बड़े हिस्से को टेरर इंफ्रास्ट्रक्चर को फंड करने में इस्तेमाल होगा, ऐसा मेरा मानना है. क्या यह इंटरनेशनल मॉनेटरी फंड IMF द्वारा, जो कि एक इंटरनेशनल ऑर्गेनाइजेशन है, उसके द्वारा इनडायरेक्ट फंडिंग इसे नहीं माना जाएगा? मैं दुनिया के लोगों के सामने यह सवाल रखना चाहता हूं. इसलिए मैं मानता हूं कि आज के समय में पाकिस्तान को किसी भी तरह की आर्थिक सहायता टेरर फंडिंग से कम नहीं है. भारत यही चाहेगा कि IMF पाकिस्तान को अपनी $1 बिलियन की असिस्टेंस पर वह पुनर्विचार करे और आगे भी किसी भी तरह की सहायता देने से IMF परहेज करे. भारत नहीं चाहता जो फंडिंग हम IMF को करते हैं वह डायरेक्ट या इनडायरेक्ट किसी भी तरीके से पाकिस्तान या किसी भी देश में टेरर इंफ्रास्ट्रक्चर को बनाने में वह इस्तेमाल की जाए. വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷവും ഭാരതം കടുത്ത നിലപാടുകളുമായി മുന്നോട്ട് പോയതോടെ ചർച്ചയ്ക്ക് തയ്യാറെന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. അതേസമയം കശ്മീർ പ്രശ്നം പരിഹരിക്കണമെന്ന നിബന്ധനയും ഷഹബാസ് ഷെരീഫ് ആവശ്യപ്പെട്ടു. പാക് അധിനിവേശ കശ്മീർ പാകിസ്ഥാനിലെ ഭീകരരെ കൈമാറുക എന്നീ ആവശ്യങ്ങളിൽ മാത്രമേ ചർച്ചയ്ക്കുള്ളൂ എന്ന നിലപാട് ഭാരതം ആവർത്തിച്ചു. പാകിസ്ഥാനിലെ പഞ്ചാബ് കാമ്ര വ്യോമത്താവളം സന്ദർശിച്ച് സൈനികരെ അഭിസംബോധന ചെയ്യവെയാണ് സമാധാനത്തിനായി ഭാരതവുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വ്യക്തമാക്കിയത്.
എന്നാൽ സമാധാനത്തിനുള്ള വ്യവസ്ഥകളിൽ കശ്മീർ പ്രശ്നം പരിഹരിക്കുന്നതും ഉൾപ്പെടുന്നുവെന്ന് ഷെരീഫ് സൂചിപ്പിച്ചു. പാകിസ്ഥാനെതിരായുള്ള സൈനിക നടപടികൾ താൽക്കാലികമായി നിർത്തിയെങ്കിലും സിന്ധു നദീജല കരാർ റദ്ദാക്കിയ നടപടി തുടരുന്നതടക്കമുള്ള നയതന്ത്ര തീരുമാനങ്ങൾ കനത്ത തിരിച്ചടിക്ക് വഴിവെക്കുമെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാക് പ്രധാനമന്ത്രി ഭാരതത്തിന് മുന്നിൽ മുട്ടുകുത്തിയത്. अमन की बात करो तो उसके लिए हम तैयार हैं और इस अमन के लिए जो लाजमी शराइत हैं वो तुम्हें अच्छी तरह पता है, मगर मैं दोबारा ज़हन नशीब कराना चाहता हूँ कि मकबूजा कश्मीर के अवाम को उनका हक के खुद इरादियत का अक़वाम मुतहद्दा की करारदादों के मुताबिक उनको देना होगा. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് പുനഃപരിശോധിക്കണമെന്നും നദീജല കരാർ ലംഘിക്കുന്നത് പ്രശ്നം വഷളാക്കുമെന്നും പാകിസ്ഥാൻ ജലവിഭവ സെക്രട്ടറി കേന്ദ്ര ജലശക്തി മന്ത്രാലയ സെക്രട്ടറിക്ക് കത്തയച്ചിരുന്നു. കത്തിനോട് പ്രതികരിച്ചില്ലെന്ന് മാത്രമല്ല, പാക് അധീന കശ്മീർ പാകിസ്ഥാനിലെ ഭീകരരെ കൈമാറുക എന്നീ ആവശ്യങ്ങളിൽ മാത്രമേ പാകിസ്ഥാനുമായി ചർച്ചയുള്ളെന്ന നിലപാടിൽ അണുവിട പിന്നോട്ട് പോകാൻ ഭാരതം തയ്യാറല്ല. സൈനിക നടപടികൾക്ക് മാത്രമേ താൽക്കാലിക വിരാമം ഇട്ടുള്ളൂ എന്ന് ഭാരതം ആവർത്തിക്കുന്നത് പാകിസ്ഥാനിൽ കൂടുതൽ ഭീതിയുളവാക്കിയിട്ടുണ്ട്. സിന്ധു നദിയിലെ വെള്ളം ലഭിച്ചില്ലെങ്കിൽ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യ മരുഭൂമിയാകുമെന്നും അത് വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾക്കാകും വഴിവെക്കുക എന്നും പാക് ഭരണകൂടം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇക്കാരണങ്ങൾ മുൻനിർത്തിയാണ് പാക് പ്രധാനമന്ത്രി അപേക്ഷയുടെ സ്വരത്തിൽ ഭാരതത്തെ സമീപിച്ചത്. ജനം, ഡൽഹി. സിന്ധു നദീജല കരാറിനെ കുറിച്ചുള്ള തന്റെ നിലപാടിനെ എതിർത്ത മെഹബൂബ മുഫ്തിക്കെതിരെ ഒമർ അബ്ദുള്ള. ജമ്മുകശ്മീരിന്റെ താൽപ്പര്യങ്ങളോടുള്ള വഞ്ചനയാണ് മെഹബൂബ മുഫ്തിയുടേതെന്ന വിമർശനം. വ്യാജപ്രചാരണവും അതിലൂടെ പാകിസ്ഥാനെ പ്രീതിപ്പെടുത്താനുള്ള ലക്ഷ്യമാണ് മെഹബൂബ മുഫ്തിയുടേതെന്ന് കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള കുറ്റപ്പെടുത്തി. അതേസമയം ഒമർ അബ്ദുള്ളയുടെ ആരോപണം തള്ളി മെഹബൂബ മുഫ്തിയും രംഗത്ത് വന്നു. ജമ്മുകശ്മീരിൽ 2 വ്യത്യസ്ത ഓപ്പറേഷനുകളിലായി കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ വധിച്ചത് 6 ഭീകരരെയാണ്. സംയുക്ത സേന നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഷാഹിദ് കൂട്ടെ നിരവധി ഭീകരാക്രമണങ്ങളിൽ തന്നെ ഭാഗമായിട്ടുള്ള വ്യക്തിയാണ്. തെക്കൻ കശ്മീരിലെ ത്രാൽ, കേലാർ എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഭീകരവിരുദ്ധ വേട്ട. ഷോപ്പിയാൻ ജില്ലയിലെ കേലാർ ഗ്രാമത്തിൽ ഭീകര സാന്നിധ്യം തിരിച്ചറിഞ്ഞ പ്രത്യേക സുരക്ഷാ സേന ഗ്രാമം വളഞ്ഞു. ഭീകരവാദികൾ വെടിയുതിർത്തതിനെ തുടർന്ന് നടത്തിയ പ്രത്യാക്രമണത്തിൽ ഷാഹിദ് കുട്ടെ എന്ന ഭീകരനെ അടക്കം 3 ഭീകരരെ വധിക്കാനായി. ഷാഹിദ് കുട്ടെ മുൻപും ഭീകരാക്രമണങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഷോപ്പിയാനിലെ ഹർപോരയിൽ ഗ്രാമത്തലവനെ വെടിവെച്ചു കൊന്ന സംഭവത്തിലും റിസോർട്ടിൽ വെച്ച് ജർമ്മൻ സഞ്ചാരിയെ കൊലപ്പെടുത്തിയ ഭീകരാക്രമണത്തിലും ഷാഹിദ് കുട്ടെ പങ്കെടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ച് നടത്തിയ ഭീകരാക്രമണങ്ങളിലും ഷാഹിദ് കുട്ടെ ഭാഗമായിരുന്നു. പുൽവാമ ജില്ലയിലെ ത്രാലിലും പ്രത്യേക സുരക്ഷാ സേന ഭീകരവാദികളുമായി ഏറ്റുമുട്ടി. ഗ്രാമത്തിലെ വിവിധ വീടുകളിൽ ഒളിച്ചിരുന്ന ഭീകര സുരക്ഷാ സേനയ്ക്ക് നേരെ വെടിവെച്ചു. ശക്തമായി തിരിച്ചടിച്ചതിലൂടെ 3 ഭീകരവാദികളെ വകവരുത്താനായി. 48 മണിക്കൂർ നീണ്ടുനിന്ന പോരാട്ടമാണ് വിജയം കണ്ടതെന്ന് സൈനിക വൃത്തങ്ങൾ സൂചിപ്പിച്ചു. जब से पहलगाम अटैक हुआ है उसके बाद से हमने कई एरियाज को एक फोकस एरिया बनाया था जिनको कि हम एक फोकस वे में टारगेट करेंगे. और जैसे हमें इंटेलिजेंस इनपुट्स आ रहे थे कि जो टेररिस्ट ग्रुप्स हैं वो अब बर्फ़ पिघलने के बाद जंगलों में हायर रीचेज में चले गए हैं. 12 तारीख की रात को शोपियां के इलाके में जो काटोहलन फॉरेस्ट है और स्पेसिफिकली केलर के एरिया में हमारे को इनपुट आया कि एक टेररिस्ट ग्रुप वहाँ पर हो सकता है. तो जो पार्टीज़ वहाँ पर डोमिनेशन के लिए पहले से ही डिप्लॉयड थी काफ़ी टाइम से, उन्होंने अपने आप को रिलोकेट किया. दोनों जो ऑपरेशंस थे ये डिफरेंट काइंड ऑफ टेरेन में हुए हैं. एक जंगलों में और ऊंची जगहों पर हुआ है, दूसरा जो है वैली फ्लोर के अंदर और गांव के अंदर हुआ है. लेकिन दोनों ऑपरेशंस को सक्सेसफुली जो अंजाम दिया गया वो शो करता है कि सिक्योरिटी फोर्सेस टेररिस्ट कहीं भी हों उनको ढूंढेंगे और न्यूट्रलाइज करेंगे. പാകിസ്ഥാനെതിരെ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാക് ഭീകരവാദ സംഘടനകളുടെ സ്ലീപ്പർ സെല്ലുകളുടെ പ്രവർത്തനം ജമ്മു കാശ്മീരിൽ സജീവമാണെന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുകൾ പരിഗണിച്ച സമഗ്രമായ തിരച്ചിലാണ് ജമ്മു കാശ്മീർ പോലീസും CRPFും സൈന്യവും അടങ്ങുന്ന പ്രത്യേക ദൌത്യസേന നടത്തുന്നത്. കശ്മീരിൽ മുഴുവൻ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചും പരിശോധന സജീവമാണ്. ജനം, ഡൽഹി. ഭാരതത്തിലെ വിമാനത്താവളങ്ങളിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കാർഗോ സർവീസുകളിൽ നിന്നും ടർക്കിഷ് കമ്പനിയായ സെലബിയെ BCAS പുറത്താക്കി.
കൊച്ചി, ഡൽഹി, മുംബൈ, അഹമ്മദാബാദ് ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങളിലെ സെലബിയുടെ പ്രവർത്തനം നിർത്തി. രാജ്യസുരക്ഷ കണക്കിലെടുത്ത് ഇന്നലെ കമ്പനിയുടെ സെക്യൂരിറ്റി ക്ലിയറൻസ് റദ്ദാക്കിയിരുന്നു. അതേസമയം തുർക്കിയുമായി ബന്ധമില്ലെന്നാണ് കമ്പനിയുടെ വാദം. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ സെലബിക്ക് സെക്യൂരിറ്റി ക്ലിയറൻസ് നിഷേധിച്ചത്. ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി അനുമതി അടിയന്തരമായി നിഷേധിച്ചുകൊണ്ട് ഉത്തരവിറക്കുകയായിരുന്നു. ഹൈദരാബാദ്, അഹമ്മദാബാദ്, കൊച്ചി, ഡൽഹി, ഗോവ എന്നീ വിമാനത്താവളങ്ങളിലെ സെലബിയുടെ സേവനം അടിയന്തരമായി ഇന്നലെ തന്നെ നിർത്തിയിരുന്നു. തുടർ നടപടികളുടെ ഭാഗമായി എയർ ഇന്ത്യയുടെ ഉൾപ്പെടെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് വിഭാഗങ്ങളെ സെലബിക്ക് കരാർ നൽകിയ ഇടങ്ങളിൽ വിന്യസിച്ചു. എല്ലാ വിമാനത്താവളങ്ങളിൽ നിന്നും സെലബിയുടെ സേവനം ഒഴിവാക്കി. അതേസമയം സെലബി എയർപോർട്ട് സർവീസസ് ലിമിറ്റഡിന് തുർക്കിയുമായി ബന്ധമില്ലെന്ന് കമ്പനി അധികൃതർ അറിയിച്ചു. തുർക്കി പ്രസിഡന്റ് തായിപ്പ് എർഡോഗന്റെ മകൾക്ക് തങ്ങളുടെ കമ്പനിയിൽ ഓഹരി പങ്കാളിത്തമില്ലെന്നാണ് നിലപാട്. ഭാരതത്തിനെതിരെ പാകിസ്ഥാൻ പ്രയോഗിച്ച ഡ്രോണുകൾ നിർമ്മിച്ച സ്ഥാപനത്തിന്റെ ഉടമയാണ് എർഡോഗന്റെ മകൾ സുമയ്യയുടെ ഭർത്താവ്. ഇക്കാര്യങ്ങളൊക്കെയാണ് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വെല്ലുവിളിയായി ഉയർന്നു വരികയും ചെയ്തത്. ന്യൂസ് ഡെസ്ക്, ജനം. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് കൂടി ചേർന്നുണ്ട്. ഐസൺ, സെലബിക്കെതിരെ കൂടുതൽ അന്വേഷണങ്ങൾ കൂടി വേണമെന്നുള്ളൊരു ആവശ്യം കൂടി ഒരു വശത്ത് ഉയരുന്നുണ്ട്. നമുക്കറിയാം, ഭീകര പ്രവർത്തനത്തിൽ പാകിസ്ഥാന് ഡ്രോണുകൾ നൽകിയത് തുർക്കിയിൽ നിന്നായിരുന്നു. അത്തരത്തിൽ കൂടുതൽ ബന്ധങ്ങൾ കൂടി ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. തുർക്കി പ്രസിഡന്റിൻ്റെ മകളുടെ ഭർത്താവാണ് ഈ ഒരു ഡ്രോൺ കമ്പനി നടത്തുന്നത് എന്നുള്ള ചില വിവരങ്ങൾ കൂടി നമ്മൾ തന്നെയാണ് പുറത്തുവിട്ടത്. അത്തരത്തിൽ ചില നിർണായകമായ വിവരങ്ങൾ കൂടി ഒരു വശത്ത് വരുന്നുണ്ട്. അതിനൊപ്പം ഇനിയും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ വേണമെന്നുള്ളൊരു ആവശ്യം കൂടിയല്ലേ ശക്തമാകുന്നത്? തീർച്ചയായും ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം തുടരണമെന്നൊരു ആവശ്യം തന്നെയാണ് വളരെ കൃത്യമായി മുന്നോട്ട് വരുന്നത്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തുടർച്ചയായി ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടായിരിക്കാം ഈ സെലബി എന്ന് പറയുന്ന കമ്പനി എന്നാണ് ഇപ്പോൾ നിരീക്ഷിക്കപ്പെടുന്നത്. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തുടരന്വേഷണം അനിവാര്യമാണ് എന്ന് തന്നെയാണ്. നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ ഈ ഡ്രോണുകൾ നിർമ്മിക്കുന്ന സ്ഥാപനം, അതായത് നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഡ്രോണുകൾ നിർമ്മിക്കുന്ന സ്ഥാപനത്തിന്റെ ഉടമ കൂടിയായ തായിപ്പ് എർഡോഗന്റെ, അതായത് ടർക്കിഷ് പ്രസിഡന്റിന്റെ മകളുടെ ഭർത്താവ് ഈ ഡ്രോണുകൾ നിർമ്മിച്ച ഡ്രോണുകളാണ് പാകിസ്ഥാന് വേണ്ടി ലഭ്യമായതും പാകിസ്ഥാൻ അത് ഈ അടുത്ത സമയത്തുണ്ടായ യുദ്ധത്തിൽ, അതായത് പഹൽഗാം ആക്രമണത്തിന് ശേഷം ഭാരതത്തിന്റെ ശക്തമായ തിരിച്ചടി ഉണ്ടായ വേളയിൽ ഭാരതത്തിനെതിരെ പ്രയോഗിച്ച ഡ്രോണുകളിൽ ബഹുഭൂരിപക്ഷം ഇതായിരുന്നു എന്നായിരുന്നു അറിയാൻ സാധിച്ചത്. ഇത് സൂക്ഷ്മ പരിശോധനയുടെ മറ്റു പരിശോധനകളിലൂടെയും അത് തെളിയിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഏതൊക്കെ രീതിയിൽ ഭാരതത്തിന്റെ എയർപോർട്ടുകളിലെ സെൻസിറ്റീവ് ഏരിയകളിലെ വിവരങ്ങൾ ഇവർ കൈയടക്കിയതിനു ശേഷം ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അത് മറ്റിടങ്ങളിലേക്ക് കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന വിവരങ്ങളെല്ലാം തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം തന്നെ പരിശോധിക്കണമെന്ന നിലപാടാണ് ഇപ്പോൾ പല കോണുകളിൽ നിന്നായി ഉയരുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. മറ്റൊരു സുപ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, നിലവിലെ ഭാരതത്തിലെ കമ്പനിക്ക് തായിപ്പ് എർഡോഗന്റെ മകളുടെ കമ്പനിയായ സെലബിയും ബന്ധമില്ല എന്നൊരു വിശദീകരണമെല്ലാം തന്നെ ഭാരതത്തിലെ കമ്പനി അധികൃതർ നൽകുന്നുമുണ്ട്. വിഷ്ണു. യെസ്, ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്. തുർക്കി ഏവിയേഷൻ കമ്പനിയായ സെലബിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ജനം ടിവിയിലൂടെ പങ്കുവച്ചതിന് എയർ ഇന്ത്യ മുൻ ഉദ്യോഗസ്ഥൻ AV മോഹന് ഭീഷണി. വാട്സപ്പ് കോളിലൂടെയാണ് അജ്ഞാതർ ഭീഷണി മുഴക്കിയത്. മകളുടെ മൊബൈൽ ഫോണിൽ വിളിച്ച് AV മോഹനൻ്റെ വിവരങ്ങൾ തിരക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ജനം ടിവിയാണ് സെലബിക്കെതിരായ വാർത്ത പുറത്തുവിട്ടത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ജനം ഡിബേറ്റിൽ പങ്കെടുത്താണ് AV മോഹനൻ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയത്. ഇതിന് പിന്നാലെയായിരുന്നു ഭീഷണി ലഭിക്കുന്നത്. ട്രൂ കോളറിൽ പരിശോധിച്ചപ്പോൾ പാകിസ്ഥാൻ നമ്പറിൽ നിന്നാണ് ഭീഷണി കോൾ എത്തിയതെന്നാണ് തനിക്ക് മനസ്സിലായതെന്ന് AV മോഹനൻ പറഞ്ഞു. മാഡം, ഇത് ഭീഷണി എനിക്ക് വന്ന നമ്പർ ഞാൻ പരസ്യമായി ഇത് പറയാൻ ഇതുണ്ട്. അത് ഭീഷണി വന്ന നമ്പർ +923472991210 എന്ന നമ്പറിൽ നിന്നാണ് എന്റെ മകളെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് മാഡം. സംശയം കൊണ്ട് +91 എന്ന് പറഞ്ഞ ഇന്ത്യയാണ്, +92 എന്ന് പറഞ്ഞ ഏത് രാജ്യമാണെന്ന് അറിയത്തില്ലായിരുന്നു. പിന്നെ നമ്മളത് വീണ്ടും അത് ട്രൂ കോളറിൽ ചെക്ക് ചെയ്തു. അപ്പോഴാണ് ഈ നമ്പർ, ഈ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ നിന്നാണ് വിളി വന്നത്. എന്റെ മകളുടെ നമ്പറിലോട്ട് വിളിച്ചു. അവളുടെ പേര് കൃത്യമായിട്ട് പറഞ്ഞു, എന്റെ പേരും പറഞ്ഞു, എന്റെ ഫുൾ ഡീറ്റെയിൽസ് ഇമ്മീഡിയറ്റ്ലി ഹാൻഡ് ഓവർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഉടനെ എന്റെ മകൾ, അപ്പം വാട്സപ്പിലാണ് കോൾ വന്നത്. ഉടനെ എന്റെ മകൾ എന്നെ അറിയിച്ചു. ഞാൻ ഉടനെ കുറച്ചും കൂടെ സേഫ് ആയിട്ടിരിക്കണമെന്ന് പ്ലാൻ ചെയ്തു. അത്രയേ ഉള്ളൂ മേഡം. ഗുജറാത്തിലെ സ്മൃതിവൻ മ്യൂസിയം സന്ദർശിച്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് 2001 ഭൂകമ്പത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ സ്മരണയ്ക്കായാണ്
സ്മൃതിവൻ മ്യൂസിയം പണി കഴിപ്പിച്ചത്. ഇന്ന് രാവിലെ അദ്ദേഹം ഭൂജ് വ്യോമത്താവളത്തിലെത്തി സൈനികരെ സന്ദർശിച്ചിരുന്നു. സൈനികർക്കൊപ്പം ചെലവഴിച്ച് മധുരം നൽകിയാണ് കേന്ദ്രമന്ത്രി മടങ്ങിയത്. ജമ്മുകശ്മീരിലെ ത്രാലിൽ നിന്ന് വൻ ആയുധശേഖരം പിടികൂടി. സുരക്ഷാ സേനയാണ് ആയുധശേഖരം പിടികൂടിയത്. ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിന് പിന്നാലെയാണ് ആയുധങ്ങൾ കണ്ടെടുത്തത്. ഇന്നലെ നടന്ന ഏറ്റുമുട്ടലിൽ നിന്ന് 3 ഭീകരരെയാണ് സൈന്യം വധിച്ചത്. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ജനം ഡിബേറ്റ് കാണാം. നമസ്തേ.